വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ്. വി ഡി സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. വീഴ്ചയൊക്കെ സ്വാഭാവികം ഉണ്ടാവുന്നു, അതുകൊണ്ട് നടപടിയെടുക്കുന്നു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും ഉണ്ടായില്ലല്ലോ. എന്തോ എങ്ങനെ? അപ്പൊ അത് കാണാതെ ഇത് മാത്രം പ്രവചിക്കേണ്ട കാര്യമില്ല. തുടർച്ചയായിട്ടൊന്നുമില്ല, അതേ ഒന്നോ രണ്ടോ ഉണ്ടാവും. അത് കഴിഞ്ഞില്ലേ കേരളത്തിൽ PRD വകുപ്പ് എന്നതിനപ്പുറം രാഷ്ട്രീയത്തോടും ഭരണത്തോടും ചേർത്ത് PR എന്ന വാക്ക് ഇത്രയും ആക്റ്റീവായി കേൾക്കാൻ തുടങ്ങിയിട്ട് 6-7 വർഷങ്ങളാവുന്നതേയുള്ളൂ. കോടികൾ ഏതോ വഴിക്ക് മറിയുന്ന ഷേഡി ഇടപാടുകൾ, വോട്ട് പിടിക്കാൻ അരാഷ്ട്രീയ കൂലിപ്പണിയിൽ ഇതുവരെ CPIയുടെ പേരങ്ങനെ കേട്ടിരുന്നില്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. അവരും ഡൽഹി കേന്ദ്രീകരിച്ച് ഏതോ ഏജൻസി അരിവാൾ നെൽക്കതിരിൽ കെട്ടിയിറക്കുന്നുവെന്നാണ് കേൾവി. അതുകൊണ്ട് ഈ ഇരുണ്ടകാലം പരണ്ടകാലം എന്നൊക്കെ പ്രചരണം രാഷ്ട്രീയ ബുദ്ധിയാണോ അതോ കാശ് കൊടുത്തു വാങ്ങിയ PR കോയിനേജാണോ എന്നത് കേരളത്തിന് കൺസേൺ അല്ല. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ആവർത്തന പിഴവുകളിൽ കൊലയ്ക്ക് കൊടുത്തവരും മുറിഞ്ഞുപോയ കൈയും മൂത്രത്തിലെ ചോരയും ആശുപത്രി വരാന്തകളിൽ ജീവിതം ഇരുണ്ടകാലമായി പോയ കുറച്ച് അത്താഴപ്പെട്ടിന് മനുഷ്യാത്മാക്കൾ കേരള മനസാക്ഷിയുടെ കൺസേൺ ആകുന്ന ഒരു പരാജയകാലമാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇത്രയുള്ള ഒരു ചെറിയ ആർട്ടിലറി മാക്കോട്ടെ അവിടെ ഇരുന്ന 20 അല്ല 50 വർഷം കുഴപ്പമില്ല എന്ന് കേട്ടതിന് പിന്നാലെ ഇന്നലെ കേരളം കണ്ടതാണ് ഈ നീളത്തിൽ ലക്ഷണമൊത്തൊരു ചോര ഉരുണ്ട കത്രിക. ആ ഡോക്ടർമാർക്കൊന്നും പിഴവില്ല, ഉപകരണങ്ങളൊന്നും കാണാണ്ടായില്ല. ഏതോ നഴ്സ് വേറൊരു ഓപ്പറേഷൻ കൂടി പങ്കെടുത്തിരുന്നുവെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ആ പാതകമത്രയും ഏതോ പാവം കൊച്ചിന്റെ തലയിൽ വെക്കാനാണ് അണിയറയിൽ കീമാ പണി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. പ്രോട്ടോകോൾ പോലും പാലിക്കാൻ ആശുപത്രിയിൽ ആളില്ലെങ്കിൽ അതാണ് ആരോഗ്യമന്ത്രി. സിസ്റ്റം പരാജയം. അതിന് മാധ്യമങ്ങളുടെ മണ്ടക്കോട്ട് കയറിയാൽ പരിഹാരമാണോ? ഡെലിവറിക്ക് വജൈനിയിൽ ചെറിയൊരു മുറിവുണ്ടാക്കാൻ നോക്കിയത്, കൈപ്പിഴയിൽ കത്രികയാഴത്തിൽ താഴ്ന്ന മലദ്വാരം മുറിഞ്ഞൊടുവിൽ കുടൽമാല പുറത്തെടുത്ത് സ്റ്റോമാ ബാഗിലാക്കി കയ്യിൽ പിടിച്ച് കുഞ്ഞിന് പാല് കൊടുക്കേണ്ടി വന്ന അമ്മയുടെ വേദനയടക്കം 3-ാം പരാതിയിലാണ് ഡോക്ടർക്കെതിരായ സസ്പെൻഷൻ. ആറ്റുകാൽ പൊങ്കൽക്ക് ഡ്യൂട്ടി ബഹിഷ്കരണം. മറ്റന്നാൾ ജില്ലാതലത്തിൽ OP അടച്ചുപൂട്ടുമെന്നാണ് സംഘടിത ശക്തിയിൽ പേടിപ്പിക്കാൻ ഡോക്ടർ സംഘടനയുടെ ഗൂണ്ടാവർത്താനം. ഈ ഗതികെട്ട മനുഷ്യരെ ബന്ധുക്കളാക്കി കേരളത്തോട് യുദ്ധപ്രഖ്യാപനത്തിന് ആരെങ്കിലും ധൈര്യം കാട്ടുന്നെങ്കിൽ അത് ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഇൻഎഫിഷ്യൻസിയുടെ പരമാവധി ക്ലാസിക്കൽ കഴിവുകേടാണ്. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. അതിന് മാധ്യമങ്ങളുടെ മണ്ടക്കേറലാണോ ആരോഗ്യമന്ത്രി പരിഹാരം? ആടിയുലയുന്ന കപ്പൽ, സിസ്റ്റം പരാജയം, കൊലയ്ക്ക് കൊടുത്ത് അനാഥമാക്കിയത് വേണുവിന് 2 പെൺകുഞ്ഞുങ്ങൾ, ആയുഷ്കാലത്തെ കൈമുറിച്ചു കളഞ്ഞ 9കാരി. ആ ഗതികേടിന്റെ വേദനാപ്പെരുക്കങ്ങൾക്ക് മുന്നിൽ ഏതോ കുത്തക സഹായം, പ്രതിപക്ഷം, കനകോലു എന്നൊക്കെ രാഷ്ട്രീയ വെടലവർത്താനം പറയല്ലേ, അത് മനുഷ്യവിരുദ്ധമാണ്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.